ഹലോ. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന അപ്പത്തിനെ നമ്മൾ ഒരു വിശേഷണം പറയാറുണ്ടല്ലേ, പൂ പോലത്തെ അപ്പമെന്ന്. അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും നമ്മൾ പറയാറുണ്ട് പൂ പോലത്തെ അപ്പമെന്ന്. പൊതുവേ നമ്മൾ അപ്പത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണമാണ് പൂ പോലത്തെ അപ്പം. ഇവിടെ നമ്മളും പൂ പോലത്തെ അപ്പമല്ല തയ്യാറാക്കുന്നത്, പൂ അപ്പമാണ്. എന്തിനാ വെറുതെ പൂ പോലത്തെ അപ്പമാക്കുന്നത്? പൂ അപ്പമാക്കിയാലോ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി പൂ അപ്പമാണ്. 6 നിറത്തിലുള്ള ഇതളുകളുള്ള പൂവപ്പമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 5 ബൗൾ എടുത്തിട്ടുണ്ട്. ഓരോ ബൗളിലും ഒരു തവി മാവ് വീതം ഒഴിക്കുന്നുണ്ട്. ഒരു തവി മാവ് മതിയാകും കേട്ടോ ഒരു കളറിന്. അങ്ങനെ 5 ബൗളിൽ നമ്മൾ 5 തവി മാവ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ബൗൾ മാവ് എടുത്തിട്ട് അതിലേക്ക് കളറൊന്നും ചേർക്കാതെ സാദാ മാവ് തന്നെ ഉപയോഗിക്കുന്നു. ഇനി ഓരോ കളറ് ഞാൻ കാണിച്ചിട്ട് ഏതൊക്കെയാണെന്ന് പറയാം. ഞങ്ങളുടെ ചാനലിലെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് നല്ല പോലെ അറിയാം ഏതൊക്കെ കളറെന്ന്. കാരണം ഞങ്ങൾ മുമ്പ് സുന്ദരി കൊഴുക്കട്ട, റെയിൻബോ പൊട്ട്, കളർ ഇഡലിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇനി ഓരോ നിറം എന്താണെന്ന് പറയാം. മഞ്ഞ നിറത്തിലുള്ള മാവ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതാണ്. പിന്നെ ചുവപ്പ് വരുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവില്ലേ, അത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഒരുപാടിട്ട് തിളപ്പിച്ചതാണ്. കുറച്ചധികം പൂവെടുത്താലേ ഇത്രയും നിറം കിട്ടുകയുള്ളൂ. അതുമല്ല, കുറച്ച് വെള്ളമായതുകൊണ്ട് ഒരുപാട് നിറം കിട്ടുകയും ചെയ്യും. പിന്നെ ഓറഞ്ച് വരുന്നത് ക്യാരറ്റ് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്, അത് മാവിൽ ആഡ് ചെയ്തതാണ്. പിന്നെ നീല ശംഖുപുഷ്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചതാണ്. നമ്മൾ ചെമ്പരത്തി ചെയ്തതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ശംഖുപുഷ്പം ഇട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് ആടിയതാണ്. പിന്നെ പർപ്പിൾ കളർ വന്നിട്ട് പർപ്പിൾ ക്യാബേജില്ലേ, ആ ക്യാബേജ് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ കളർ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ വേണം നിങ്ങൾ തയ്യാറാക്കാൻ. കാരണം നമ്മൾ മാവിലും കൂടെ ആ കളർ വെള്ളം ആഡ് ചെയ്യുമ്പോൾ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടും കേട്ടോ. ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് മാവിൻ്റെ ആ ഒരു പരുവം നഷ്ടപ്പെട്ട് കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ ഇത്തരത്തിലുള്ള നിറങ്ങൾ തയ്യാറാക്കാവൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഞങ്ങൾ ഇങ്ങനെ നിറങ്ങൾ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കിനി അപ്പം തയ്യാറാക്കാനായിട്ട് പോകാം. ഇവിടെ ഞങ്ങൾ ദോശക്കല്ലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ദോശക്കല്ല് എണ്ണ തേച്ചു ചൂടായതിന് ശേഷം ഓരോ സ്പൂൺ മാവും ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പച്ചട്ടിയിൽ ഞങ്ങൾ ഈ അപ്പം തയ്യാറാക്കാത്തത് നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പച്ചട്ടിയുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഇതളുകൾ അത്ര ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദോശക്കല്ലിലാകുമ്പോൾ മാവ് ഒലിച്ച് പോവേ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ദോശക്കല്ല് ചൂസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു മാവ് ഒഴിച്ചിട്ട് അതിന് ചുറ്റും പല കളർ മാവ് ഒഴിച്ച് ഇതളുകളാക്കി എടുക്കാം. അങ്ങനെ എല്ലാ കളറും മാവും നമ്മൾ ഉൾപ്പെടുത്തി ഈ കാണുന്ന വിധത്തിൽ അവിടെ ഇവിടെയായിട്ട് ഒഴിച്ച് കൊടുക്കണം. എല്ലാ കളറും മാവും നമ്മൾ എടുക്കണം ഒരേപോലെ തന്നെ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കളർ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് കാണുമ്പോൾ ആ ഒരു ഭംഗി കാണില്ല. എല്ലാ കളറും ഉൾപ്പെടുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കാണുള്ളൂ. അങ്ങനെ നിങ്ങളുടെ ഒരു ഐഡിയയിലും ഈ കാണുന്ന വിധത്തിലും പല കളറിലുള്ള മാവ് ഈ കാണുന്ന കുറച്ച് വീതം ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പം ഞങ്ങളിവിടെ ഓരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ, തീ കുറച്ച് വെക്കണം. എന്നാൽ നമുക്ക് എല്ലാം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിയാവും. തീ ആദ്യമേ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ഭംഗിയായിട്ട് ശ്രദ്ധയോടും കൂടിയാണിത് തയ്യാറാക്കാനായിട്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ
അപ്പം കിട്ടാനായിട്ട് സാധിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോരാഞ്ഞിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് അനിവാര്യമാണ്. ഞങ്ങളിത് പുതുതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിട്ട ഓരോ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കയറി ഒന്ന് കാണാൻ ശ്രമിക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിനു മുന്നേ ഞാൻ പറഞ്ഞതുപോലെ റെയിൻബോ പോട്ട്, ഇഡലി, സുന്ദരി കൊഴുക്കട്ട അങ്ങനെ പല നിറത്തിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കയറി കാണാൻ ശ്രമിക്കണം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ അപ്പം തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അത് നമ്മൾ ഒരു പാത്രം വെച്ച് അടച്ച് അകം വേവുന്ന തരത്തിൽ അപ്പം പോലെ നമ്മൾ വേവണമല്ലോ, നമുക്ക് തിരിച്ചിടാൻ പറ്റില്ലല്ലോ, അപ്പമല്ലേ. അപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അപ്പമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ നടുക്ക് നമ്മൾ ചുവന്ന മാവാണ് ഒഴിച്ചത്. അതിന് ചുറ്റും നമ്മൾ പല നിറത്തിലുള്ള മാവ് ഓരോ സ്പൂൺ വീതം ഒഴിക്കുന്നുണ്ട്. മാക്സിമം പല കളറും നമ്മൾ ഒരേപോലെ ആഡ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കളർ തന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറവ് വരും. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം നമ്മൾ ഒഴിക്കുമ്പോൾ എല്ലാ കളറും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചും നീലയും ചുവപ്പും മഞ്ഞ, റെഡ് അങ്ങനെ എല്ലാ കളറും ഒരേപോലെ തന്നെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കളർ മിസ്സാവേ അല്ല ഒരു കളർ തന്നെ വീണ്ടും ആവർത്തിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി കുറവ് വരും കേട്ടോ. അതുകൊണ്ടാണേ. പിന്നെ ഇത് നമ്മൾ എപ്പോഴും വീട്ടിൽ അപ്പം, പുട്ട്, ദോശ, ഇഡലി ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ സ്ഥിരം കഴിക്കുന്നതിൽ നിന്ന് ഒന്ന് നമ്മൾ മാറി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കാൻ കിട്ടുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പം വെക്കേഷൻ ടൈമൊക്കെയാണ്, കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ടൈമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ഒരുപാട് കളിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ മടിയൊക്കെ തോന്നും. കാരണം സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഒരുപാട് കളിക്കാം, താമസിച്ച് എണീറ്റാൽ മതി, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവർ സ്ഥിരം കാണുന്ന അപ്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു കളർ അപ്പമോ അതുപോലെ തന്നെ റെയിൻബോ പുട്ട്, കളർ ഇഡലി, ഇതേ തരത്തിൽ ദോശയൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ കാണുന്നവർക്ക് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒന്നോ രണ്ടോ ഇഡലിയോ ഒന്നോ രണ്ടോ ദോശയൊക്കെ കഴിച്ചെന്ന് വരില്ല, രണ്ടിലൊന്നും കൂടുതൽ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ കുട്ടികൾക്ക് ആ കളറൊക്കെ കൊണ്ട് കാണാനും ഉള്ള ഭംഗി കൊണ്ട് അവർക്ക് തന്നെ അറിയാതെ പോകും അവരെത്ര ദോശയാണ് അപ്പമാണ് കഴിച്ചതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ അവർക്കും സന്തോഷമായിരിക്കും, കഴിക്കാനും ഇൻട്രസ്റ്റൊക്കെ കൂടും. അതുപോലെ നാച്ചുറൽ കളർ തന്നെ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അതാകുമ്പോൾ കുട്ടികൾക്ക് കഴിച്ചാൽ അവരുടെ ഉള്ളിലേക്ക് വെജിറ്റബിൾസൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അപ്പവും തയ്യാറാക്കി കഴിഞ്ഞതിന് മൂന്നാമത്തെ അപ്പവും കൂടി നമുക്ക് തയ്യാറാക്കാനുണ്ട്. അങ്ങനെ നമ്മൾ മാവ് ഒഴിക്കുകയാണ്. ഈ കാണുന്ന തരത്തിൽ തന്നെ നിങ്ങൾ ഒഴിക്കാൻ ശ്രമിക്കണം, എന്നാലേ നമുക്ക് ഇതൾ പോലെ നമുക്ക് കിട്ടാറുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഇതൾ വലിപ്പം കൂടുതലും ഒരു ഇതളിന് വലിപ്പം കുറവൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി വരില്ല. അപ്പോൾ നിങ്ങൾ മാവ് ഒഴിക്കുമ്പോഴും ഓരോ സ്പൂണ് നിറച്ചൊന്നും ഒഴിക്കേണ്ട കാര്യമില്ലാണ്ട് കുറച്ചെടുത്ത് ഒഴിച്ചാൽ മതിയാവും. കണ്ടോ, ഇപ്പോൾ തന്നെ ഒരു പൂവിൻ്റെ ഷേപ്പായി. പിന്നെ നമ്മൾ അതിൻ്റെ ചുറ്റിനും കൂടെ ഒഴിച്ച് ഒരു അപ്പത്തിൻ്റെ വലിപ്പത്തിൽ എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കയറി ഞങ്ങൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് അനിവാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് അനിവാര്യമാണ്. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എന്നാലും ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും ഒക്കെ ഉള്ളൊരു പ്രചോദനമാകുകയുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ പേരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വീണ്ടും വീഡിയോ ഇടാനും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും ഈ പറയുന്നത്.
അങ്ങനെ ഇപ്പം നമ്മുടെ മൂന്നാമത്തെ അപ്പത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് പോയി. ഇനി കുറച്ചും കൂടി നമുക്കത് ഫില്ല് ചെയ്താൽ കറക്റ്റൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങളിങ്ങനെ ഓരോ ഇതളും ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം കവർ ചെയ്ത് വരുമ്പോൾ തീ കൂടിയിരുന്നാൽ ആ ഒരു അപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് പല കളർ ഇതൾ വേണ്ട, അപ്പത്തിൻ്റെ കളറ് മാത്രം ചേർത്തുകൊണ്ട് ഒരപ്പം തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ചുവന്ന കളറിലുള്ള അപ്പം, നീല കളറിലുള്ള അപ്പം, മഞ്ഞ കളറിലുള്ള അപ്പം, അങ്ങനെയും നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അങ്ങനെയും തയ്യാറാക്കാം. ഇപ്പോൾ ഞാനിത് വെറൈറ്റി ആയിട്ട് പല നിറവും ചേർത്ത് കൊണ്ട് ഒരപ്പം തയ്യാറാക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയും വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പം നമ്മൾ മാവ് ഒഴിച്ചൊഴിച്ചൊരു റൗണ്ട് ഷേപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇത്രയും മതിയാകും. ആ ഒരു വലിപ്പം നമുക്ക് കിട്ടിയല്ലോ. നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി അത് ഓരോന്നായിട്ട് വാഴയിലയിലോട്ട് മാറ്റാം. വാഴയിലയിൽ വെക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുത്തറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വാഴയിലയിൽ വെക്കുന്നത്. കണ്ടില്ലേ, ഒരപ്പത്തിൽ തന്നെ നമുക്ക് പല നിറത്തിലുള്ള, എന്ത് ഭംഗിയാ നോക്കിക്കേ, പല നിറത്തിലുള്ള ഇതൾ പോലെ തോന്നിക്കുന്ന തരത്തിൽ നമുക്കിവിടെ പൂവപ്പം റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. മൂന്നപ്പവും നമുക്ക് ഒരേ വലിപ്പത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പല നിറത്തിലുള്ള മാവ് ചേർത്ത് ഉള്ള ഒരപ്പമാണെങ്കിലും നമുക്കത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അപ്പത്തിൽ നിന്ന് വ്യത്യസ്തവുമാണ്, വെറൈറ്റിയാണ്. എല്ലാ കളറും ഉണ്ട്. ഒരു ഇതൾ പൂവൊക്കെ ഇരിക്കുന്ന തരത്തിലൊക്കെ നമുക്ക് തോന്നിക്കുന്നുമുണ്ട്. ഇപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളും ഇത്തരത്തിലുള്ള അപ്പം തയ്യാറാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ വീഡിയോകൾ ഞങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇത് ഞങ്ങളുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള റെയിൻബോ പുട്ട്, സുന്ദരി കൊഴുക്കട്ട, കളർ ഇഡലി എന്നിവയുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കണേ.